45 വർഷം മുമ്പ് തിയേറ്റർ ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് മണ്ടത്തരമാണ്. കാര്യം ചുറ്റും കിടക്കുന്ന തിയേറ്ററുകളെല്ലാം ഓല തിയേറ്ററുകളാണ്. തിയേറ്ററിലായിരുന്നെങ്കിൽ ഇന്നൊരു കോൺട്രാക്ടറോ അങ്ങനെ ആരെങ്കിലും ആയി ഇരുന്നേനെ. രാജൻ പി ദേവ് എങ്കിലും എപ്പോഴും പറയുമായിരുന്നു, അന്ന് മമ്മൂട്ടിയെ കൊണ്ടിട്ട് ആ സിനിമ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയുമായിരുന്നു. ഒരിക്കലും നിനക്ക് പറ്റുന്ന ഒരു മേഖലയല്ല. അപ്പനെ സഹായിച്ച് ബിസിനസ്സിലോട്ട് തന്നെ ഇറങ്ങണം, സിനിമയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് സ്ട്രിക്റ്റായിട്ട് എനിക്ക് വാണിംഗ് തന്നിരുന്നത്. സിനിമ എടുത്ത് തകർന്നവരെ കുറിച്ച് ഒരുപാട് പേര് പറയും, മറ്റ് ബിസിനസ്സുകൾ എടുത്ത് തകർന്നവരും ഉണ്ട് ഒരുപാട്. ഞങ്ങളുടെ ഈ ചെമ്മീൻ ക്യാമ്പിൽ 100ഓളം സ്ത്രീകൾ തന്നെയാണ് അന്ന് ചെമ്മീൻ കിള്ളുന്നതൊക്കെ. നേരത്തെയൊക്കെ മമ്മൂക്കായ്ക്ക് ഫിഷ് കറിയും ചെമ്മീൻ കറിയൊക്കെ പ്രോൺസിൻ്റെ ഐറ്റംസൊക്കെ കറി വെച്ച് തന്നെ കൊണ്ടുപോയി ഞാൻ ലൊക്കേഷനിൽ കൊടുക്കുമായിരുന്നു. അച്ഛൻ പറയും, ഞാൻ ഒരു ആക്ടറായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. നന്നായിട്ട് ബോഡി നോക്കുന്ന ആളായിരുന്നു. ഡെയിലി വർക്കൗട്ട് ചെയ്യും, ജിമ്മിൽ പോവും, ആൽക്കഹോളോ സ്മോക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വന്ന ആള്. ഇനിയൊരു 10 വർഷമൊക്കെ ജീവിക്കാൻ പറ്റിയെങ്കിൽ ഈ വെറുതെ എന്തിനാണ് ഇത് ഇരിക്കണേ? ഞാൻ എപ്പോഴും ചോദിക്കുന്നു, നമുക്ക് അവിടെ മോളുടെ അടുത്തും പോയി നിൽക്കണം, മോന്റെ അടുത്തും പോയി നിൽക്കണം, 10 സിനിമയും കൂടെ അഭിനയിക്കണം, അത്രേ ഉള്ളൂ. റിപ്പോർട്ടർ ബിസിനസിന്റെ ഇന്റർവ്യൂ സീറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബൈജു ഏഴുപുന്നയാണ്. നടനും സഹനടനും സംവിധായകനും ഒക്കെയായി തിളങ്ങിയിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ബിസിനസ് റിപ്പോർട്ടറിൻ്റെ സീറ്റിലിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അതിനൊരു ഉത്തരമുണ്ട്. അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ധാരാളം ബിസിനസ്സുകൾ ഒക്കെ റൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബിസിനസ്സുകളുടെ എല്ലാം പാർട്ട്ണറുമായ റിനിയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമൊക്കെയായ ഷൈമോൾ റെജിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുമാണ് ഇന്ന് നമ്മളുടെ പ്രോഗ്രാമിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു നടനായ താങ്കൾ ഒരു ബിസിനസ്സുകാരനായത്? ഒരുപാട് ബിസിനസ്സുകൾ ഡാഡിയുടെ കാലം മുതലേ ഉണ്ട്. ആദ്യം തുടങ്ങിയ ബിസിനസ് ചെമ്മീൻ ബിസിനസ്സാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ബിസിനസ് അതാണ്. ചെമ്മീൻ കമ്പനിയും ചെമ്മീൻ പാടം, അതായത് ചെമ്മിക്കെട്ട് എന്ന് പറയും. അതുകൊണ്ട് 6ൽ പഠിക്കുന്ന സമയത്താണ് എഴുപന്നിൽ രേഖ തിയേറ്റർ വരുന്നത്, അപ്പൻ്റെ തിയേറ്റർ. തുടക്കം ബിസിനസ് എന്ന് പറഞ്ഞാൽ സിനിമ നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ബിസിനസ്സിലോട്ട് കടന്നു വന്നത്. സിനിമകൾ നിർമ്മിച്ചുവെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും ഇതിന് വിതരണം കൂടെ എടുക്കണം എന്നുള്ള അതാണ് എന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിലൂടെ നമ്മൾ വിതരണം കൂടെ സ്റ്റാർട്ട് ചെയ്തത്. വിതരണം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ തന്നെ ഏകദേശം 50 ദിവസത്തിന് മേൽ കളിക്കാൻ പറ്റി. അതിൻ്റെ ഫുൾ മാർക്കറ്റിങ്ങിൽ നമ്മൾക്ക് ഇടപെടാൻ പറ്റി. അതിനെ അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ് ഓൺ സിസ്റ്റർ എന്ന് പറയുന്ന എൻ്റെ വൈഫും ഷൈമോൾ റെജിയും കൂടെ പാർട്ട്നേഴ്സായിട്ടുള്ള കമ്പനി. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഫിലിമിലും അതുപോലെ തന്നെ ബിസിനസ്സിലും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല രുചിയുള്ള വിഭവങ്ങൾ തന്നെയാണ് അല്ലേ എല്ലാവർക്കും. അതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ ഐറ്റംസ്. അപ്പോൾ ഇവർ കുറേ ബിസിനസ്സുകൾ പലത് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാര്യം ഞങ്ങളുടെ തലമുറകളായിട്ട്, അതായത് മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യും, അമ്മച്ചി കുക്ക് ചെയ്യും, അമ്മച്ചിയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് റീനി അങ്ങനെ കുക്കിങ്ങിൻ്റെ ഇതിൽ ആദ്യം മുതലേ എൻ്റെ കുക്കറി ഷോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഇവർ ഒരു പ്രോൺ പിക്കിളിൽ തുടങ്ങി, അങ്ങനെ അതിൽ തുടങ്ങി അത് വീട്ടിലും എല്ലാ ബന്ധുക്കൾക്കും കൊടുക്കുന്നത്. അവരോട് ചോദിച്ചാൽ അത് പറയും. ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് റൈറ്റ്സുകളുണ്ട്. സിനിമ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സിനിമ നിർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഓഡിയോ റൈറ്റ്സ് മാത്രമായിരുന്നുണ്ട്. അതിന് ആദ്യം നിർമ്മിക്കുന്ന സിനിമ സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ സിനിമയാണ്. 25 വർഷം മുമ്പ് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അന്നൊരു ബിസിനസ് എന്ന് പറയുന്നത് സാറ്റലൈറ്റും സോങ്ങിൻ്റെ കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരുപാട് റൈറ്റ്സുകൾ സിനിമയ്ക്കുണ്ട്. അപ്പോൾ വലിയൊരു ബിസിനസ്സായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് പോലും ഇന്ന് 300 crores പ്ലസ് 300 കോടി അതിനേക്കാൾ അപ്പുറത്തേക്ക് ബിസിനസ്സുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രം വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ശൃംഖല തന്നെയാണ് സിനിമ. അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ നമ്മൾ മലയാളം കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ അന്യഭാഷയിൽ നമ്മൾ റിലീസിലോട്ട് പോകുന്നു. 300ാമത്തെ ചിത്രമായിരുന്നു അല്ലേ? 300ാമത്തെ ചിത്രം, അഭിനയത്തിൽ 300ാമത്തെ ചിത്രമായിരുന്നു. അത് നമ്മൾ തമിഴിലോട്ട് പോകുന്നത്. അവിടെയും വലിയൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മളങ്ങനെ ചെയ്തത്.
തിയേറ്റർ ബിസിനസ് എന്ന് പറഞ്ഞാൽ അധികം ആളുകളൊന്നും ഇറങ്ങാത്തൊരു സംഭവം, അതും അത്രയും വർഷങ്ങൾക്ക് മുന്നേ അതിനൊരു സ്കോപ്പ് ഉണ്ടാകുമെന്ന് പോലും അറിയാത്തൊരു കാലത്താണ് ചേട്ടൻ്റെ ഫാദർ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു 100% അതൊരു പാഷൻ തന്നെയാണ്. കാര്യം അന്ന് എല്ലാവരും ഡാഡി അടുത്ത് പറയുമായിരുന്നു, ചെമ്മിനാണ് ബിസിനസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ചെമ്മീൻ കെട്ടുകൾ ഉണ്ട്, അന്ന് ചെമ്മീൻ കമ്പനിയുണ്ട്, എന്തുകൊണ്ട് ഒരു ഫ്രീസിങ് കമ്പനി, അതായത് സീ ഫുഡ് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ഒരു കമ്പനി അത് വെച്ചുകൂടാ, എന്തിനാണ് അത്രയും ഒരു സ്ഥലത്ത്, അതും എഴുപന്ന പോലുള്ള ഒരു സ്ഥലത്ത്, അന്ന് സി ക്ലാസ് ആണ്, അന്ന് ആദ്യം റിലീസ് ചെയ്യുന്ന സ്റ്റേഷൻ 26-30 സ്റ്റേഷനാണ് അന്ന് ഉണ്ടായിരുന്നത്. 20 സ്റ്റേഷനോളം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ തിയേറ്റർ തുടങ്ങുന്ന സമയത്ത്. പിന്നെ അതിനുശേഷം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ബി ക്ലാസ്സിലോട്ട് വരും. ഏകദേശം ഒരു 100 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ തിയേറ്ററിലോട്ട് വരുന്നത്. കാര്യം അന്ന് ഇതുപോലെ ആൾക്കാർ തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പറ്റത്തുള്ളൂ. അന്നും ചാനലുകളും സിനിമ ടി വിയിൽ കാണുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ ഇത്രയും വലിയ തിയേറ്റർ, നമ്മൾ എ സി ഇല്ല ഒഴിച്ച് ബാക്കിയുള്ള സൗണ്ട് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ സീറ്റിംഗ് ആണെങ്കിലും ഒക്കെ എല്ലാം ഫാദർ അന്ന് ഒരു 40 വർഷം മുമ്പ് 45 വർഷം മുമ്പ് തിയേറ്റർ ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് മണ്ടത്തരമാണ് അങ്ങനത്തെ തിയേറ്റർ. കാര്യം ചുറ്റും കിടക്കുന്ന തിയേറ്ററുകളെല്ലാം ഓല തിയേറ്ററുകളാണ്. എരമല്ലൂർ, കുത്തിയോട്, ചന്ദരൂർ, കുമ്പളങ്ങി എല്ലാം ഓല തിയേറ്ററുകളാണ്. എനിക്ക് തോന്നുന്നു ഡാഡിക്ക് സിനിമയോടുള്ളൊരു ഇഷ്ടം. അന്നും ഞങ്ങൾ സിനിമ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്ന എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, തിയേറ്ററുകളിലെല്ലാം കൊണ്ടുപോകും. ബിസിനസ്സിനോടൊപ്പം തന്നെ അതൊരു പുള്ളിക്കൊരു റിലീഫ് കിട്ടുന്നത് പടം കാണുന്നത് തന്നെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വന്ന ആളാണ് എൻ്റെ ഫാദർ എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൊല്ലത്ത് പോയിട്ട് ചെമ്മീൻ എടുത്തുകൊണ്ട് വരും. കൊല്ലം നീണ്ടകര എന്ന് പറയുന്ന അവിടെ അന്ന് പോയിട്ട് ചെമ്മീൻ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ അന്ന് പുള്ളിയുടെ ഒരു മുൻകാഴ്ച പോലെ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ആ തിയേറ്റർ വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആസ് എ ആക്ടർ എന്നുള്ള നിലയിലേക്ക് പോകാൻ കാരണം. അല്ലെന്നുണ്ടെങ്കിൽ അന്ന് തിയേറ്ററിലായിരുന്നെങ്കിൽ ഇന്നൊരു കോൺട്രാക്ടറോ അങ്ങനെ ആരെങ്കിലും ആയി ഇരുന്നേനെ. പക്ഷേ ഇതിനൊക്കെ ഒരു ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന ബിസിനസ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന ആളാകും എന്നുള്ളത്. അപ്പം ഞാൻ അന്ന് ആ കാലത്ത് ആദ്യം ആ തിയേറ്ററിൽ കളിച്ച പടം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ മാമ്മട്ടിക്കുട്ടി അമ്മയ്ക്ക്, അതാണ് ഫസ്റ്റ് റിലീസായ സിനിമ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അന്ന് നമ്മൾ ട്രയൽ റൺ ഇടുമല്ലോ, അന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് എപ്പോഴും പറയും ഡാഡിക്ക്, ചെമ്മീൻ ആ സിനിമയാണ് പുള്ളി അന്ന്, ചെമ്മീനാണ് ബിസിനസ്, ആ സിനിമയാണ് കൂടുതൽ അവിടെ ട്രയൽ റൺ ഇട്ടിരുന്നത്. ഞാനപ്പോൾ ബോർഡിങ്ങിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ വരുമ്പോൾ എൻ്റെ മാമ്മട്ടിക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഫാസിൽ സാറിൻ്റെ സിനിമയാണ് ഫസ്റ്റ് ഇനാഗുറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമ. ഉദ്ഘാടനം ചെയ്തതൊക്കെ ആരായിരുന്നു തിയേറ്റർ? അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവി ആയിരുന്നു അത് ഇനാഗുറേറ്റ് ചെയ്തത്. മേഴ്സി രവി പുള്ളിയുടെ വൈഫാണ് സ്വിച്ച് ഓൺ ചെയ്തത്. അങ്ങനെ അവർ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാജൻ പി ദേവ് അങ്കിളാണ്. അപ്പോൾ അങ്കിൾ എപ്പോഴും പറയുമായിരുന്നു, അന്ന് മമ്മൂട്ടിയെ കൊണ്ടിട്ട് ആ സിനിമ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയുമായിരുന്നു. അന്ന് മമ്മൂക്ക വലിയ സ്റ്റാറാണ്. ഞാൻ അന്ന് ബോർഡിങ്ങിൽ പഠിക്കുന്ന സമയത്തും വലിയ സ്റ്റാറല്ലെങ്കിൽ പോലും പുള്ളി ഒരുപാട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. മോഹൻലാലുണ്ട് അതിനകത്ത്, മാമ്മട്ടിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ. അന്നത് അങ്കിളിന് ഒരു സിനിമാ താരം ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു. അപ്പൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുകൊണ്ട് ഒരു മന്ത്രി തന്നെ വന്നത് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു സിനിമ എൻ്റെ ഓർമ്മയിൽ അന്ന് നമ്മൾ ആ തിയേറ്റർ വന്നേ പിന്നെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നൊന്നും ടിക്കറ്റ് കിട്ടാതെ വന്ന് നിൽക്കുന്നതും നേരത്തെ വന്ന് നിൽക്കുന്നതും ചാടി ഗേറ്റ് കയറി കടന്ന് കാണുന്നതും ഒക്കെ എപ്പോഴും അങ്ങനെ ഒരു കാലം ഇല്ലല്ലോ ഇപ്പോൾ. നല്ല എല്ലാം നമ്മള് രാജൻ പി ദേവ് കുടുംബ സുഹൃത്താണെന്ന് പറഞ്ഞു. കുടുംബ സുഹൃത്തല്ല, ബന്ധുവാണ്. അപ്പച്ചന്റെ, അതായത് ഡാഡിയുടെ സിസ്റ്ററിനെയാണ് രാജൻ പി ദേവ് കല്യാണം കഴിച്ചിരുന്നത്. അപ്പച്ചന്റെ ആഗ്രഹപ്രകാരം മകനെ ഓടിച്ചിട്ട് പിടിച്ച് ബിസിനസ്സുകാരനാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടല്ലേ? ആരെ? രാജൻ പി ദേവ്. ഉറപ്പായിട്ടും ഉണ്ട്. അത് അങ്കിൾക്ക് അങ്ങനെ അങ്കിളിന്റെ ഒരു തുടക്കകാലം എന്ന് പറയുന്നത് സിനിമയിൽ ഞാൻ വന്ന പോലെ തന്നെയാണ്. അങ്കിൾ അന്ന് അഭിനയിക്കും. കാട്ടുകുതിര എന്ന് പറയുന്ന സിനിമയിലാണെങ്കിൽ, നാടകത്തിലാണ് അഭിനയിക്കണമെങ്കിൽ ചെറിയ ചെറിയ വേഷം അങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത്, ഒരിക്കലും നിനക്ക് പറ്റുന്ന ഒരു മേഖലയല്ല, നീ അപ്പനെ സഹായിച്ച് ബിസിനസ്സിലോട്ട് തന്നെ ഇറങ്ങണം, സിനിമയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് സ്ട്രിക്റ്റായിട്ട് എനിക്ക് വാണിംഗ് തന്നിരുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല സിനിമയിൽ എപ്പോഴാണെങ്കിലും. ഞാൻ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഞാൻ അങ്കിളിനെ വിളിച്ചപ്പോഴും അപ്പോഴും പറഞ്ഞു, നീ സിനിമ അഭിനയിച്ചോ, നിർമ്മിക്കാൻ പോകണ്ട, ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ
അത് NF വർഗീസേട്ടനാണ് അന്ന് ഒരു ക്യാരക്ടർ, ഞാൻ അങ്കിളിനെയാണ് ആ ക്യാരക്ടറിലോട്ട് വിളിച്ചിരുന്നത്. അപ്പോൾ അതിനും അങ്കിൾ പറഞ്ഞു, വേണ്ട, നീ സിനിമ നിർമ്മിക്കണ്ട, നീ അഭിനയിച്ചോ, അത് വേണ്ട എന്ന് എന്നോട് അന്നും വാൺ ചെയ്തിരുന്നതാണ്. പക്ഷേ നമ്മൾ സിനിമ എന്നുള്ളതിൽ തന്നെ അതിലേക്ക്, അപ്പോൾ എല്ലാവരും പറയും സിനിമ എടുത്ത് തകർന്നവരെ കുറിച്ച് ഒരുപാട് പേര് പറയും. മറ്റ് ബിസിനസ്സുകൾ എടുത്ത് തകർന്നവരും ഉണ്ട് ഒരുപാട്, ഇല്ലേ? ഇപ്പം സിനിമ മാത്രമാണ് പറയുന്നത് സിനിമ എടുത്ത് തകർന്നു, സിനിമ ബിസിനസ് കൊള്ളത്തില്ല. എല്ലാ ബിസിനസ്സുകൾക്കും അതിൻ്റെതായിട്ടുള്ള, സിനിമ മാത്രമല്ലാത്ത എല്ലാ ബിസിനസ്സുകൾക്കും ഉണ്ട്. അത് നമ്മൾ നോക്കി നടത്താത്തത് കൊണ്ടല്ല, പിന്നെ എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം എന്നുള്ളതാണ്. നമ്മൾ നോക്കി നടത്തേണ്ടത് നോക്കി തന്നെ നടത്തണം, പക്ഷെ ഒരു ഭാഗ്യം കൂടെ ചേരുമ്പോഴാണ് എല്ലാ ബിസിനസ്സുകളും വലിയ രീതിയിലേക്ക് എത്തുന്നത്. അതെ, സക്സസ് ആവുന്നത്. ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ, അതിൽ എത്രത്തോളം കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? അല്ല, ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 100 സിനിമയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സുന്ദരപുരുഷന് മുമ്പ് അത്രയും സിനിമകൾ ഞാൻ അഭിനയിച്ചിരുന്നു. ആ സിനിമ നിർമ്മിക്കാനായിട്ടുള്ള കാര്യം സുരേഷ് ഗോപിയാണ് അതിനകത്ത്. അപ്പോൾ തെങ്കാശി പട്ടണത്തിന് ശേഷമാണ് ഉദയൻ സിബി, ജോസ് തോമസ്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് അവരുടെ ഉദയപുരം സുൽത്താൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഉദയനും സിബിയും പറയുന്ന ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, നമുക്കത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നമ്മൾ സുരേഷ് ഗോപി എങ്ങനെ ഹ്യൂമർ ചെയ്യും എന്നുള്ളൊരു വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷെ അതൊരു ആ സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മെയിൻ ചർച്ച അതായിരുന്നു. കാര്യം സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് ഒരു അങ്ങനത്തെ റോളിൽ നിന്ന് മാറിയിട്ടൊരു ഹ്യൂമർ ചെയ്തത്. അപ്പോൾ അന്ന് പലരും പറഞ്ഞായിരുന്നു അത് ജയറാം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. പക്ഷേ 100 ദിവസം ഓടിയ ഒരു സിനിമയാണ്. അന്നും ഇതുപോലെ നമ്മൾ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ 65 ദിവസം അത് ഷൂട്ട് ചെയ്തു. ബഡ്ജറ്റിൽ നിന്ന് പോയി. നമ്മൾ ഊട്ടിയിലായിരുന്നു. ഊട്ടിയിൽ തുടങ്ങി ഏകദേശം 35 ദിവസം ഊട്ടി, പിന്നെ അതിനുശേഷം എറണാകുളം. എപ്പോഴും നമ്മൾ സിനിമയെ മാത്രം നമുക്ക് ഒരു ബഡ്ജറ്റ് ഇട്ടാൽ ആ ബഡ്ജറ്റിൽ ഒരിക്കലും തീരത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ഒരു റൂമും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ മാത്രം നടക്കുന്ന ഒരു കഥ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസവും ഒരു സീൻ കൂടുതലായി പോയാലും കാലാവസ്ഥയുടെ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യുന്നത് വീണ്ടും റിപ്പീറ്റ് ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വിട്ടുപോകാം. അപ്പോൾ അങ്ങനെ ആ സിനിമ 65 ദിവസത്തോളം അത് കൂടി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഏകദേശം ഒരു 20 ലക്ഷത്തിന് മേളിലേക്ക് അതിൻ്റെ ബഡ്ജറ്റ് കയറി. പക്ഷേ ആസ് ഇറ്റ് ഈസ് കുഴപ്പമില്ലാണ്ട് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് പോയൊരു സിനിമയായിരുന്നു സുന്ദരപുരുഷൻ. അപ്പോഴും അതിനുശേഷം വീണ്ടും അഗെയിൻ മറ്റ് ബിസിനസ്സിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ജോൺ ഫെലിക്സ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബിസിനസ്സിലോട്ട് സിനിമയായിട്ട് കണക്ട്, അപ്പോൾ ഞാൻ ഷോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിറങ്ങി അതിൽ കുറച്ച് നാൾ ഇവൻറ്റ്സ് ഞാൻ ചെയ്യുമായിരുന്നു. അതും പിന്നെ നമ്മുടെ ശ്രദ്ധ വേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പതിയെ ഇത് ചെയ്തിട്ട് വീണ്ടും സിനിമയിൽ തന്നെ ഞാൻ സജീവമായി. ഇപ്പോഴാണ് കൂടുതൽ ഇപ്പോൾ ഇവരുടെ ഓൺ സിസ്റ്റർ എന്ന് പറയുന്ന ഈ ബിസിനസ്സിലോട്ട് കൂടുതൽ എൻ്റെ സമയം കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയും, ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സ്വന്തമായിട്ട് നമുക്കിപ്പോൾ പറയാറുണ്ട്, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പണം ചിലവാക്കേണ്ടി വരും, ചിലവാക്കിയ പണം നമുക്ക് തിരിച്ചു കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമ നല്ല അത്യാവശ്യം വലിയ ബഡ്ജറ്റായ ഒരു സിനിമയാണ്. അത് നമ്മളൊരു 3 മാസം 4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊന്ന് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ്. അത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ, 6 മാസത്തേക്ക് ഇടുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതിലേക്ക് ഇട്ടാൽ അതൊരു ലൈഫ് ലോങ് ആണ്. ഒരിക്കലും അത് ഇതുപോലെ സിനിമ എന്ന് പറയുന്നത് ഓടിയാൽ അത് ഭാഗ്യം തന്നെയാണ്. 100% ഭാഗ്യം മാത്രമാണ്. സിനിമ നല്ല ക്വാളിറ്റി ആയിരിക്കണം, നല്ല കണ്ടന്റ് ആയിരിക്കണം, അതൊക്കെ ഓക്കെയാണ്. എന്നാൽ പോലും നല്ല കണ്ടന്റുകളാണെങ്കിൽ പോലും ചിലപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുത്തില്ല എന്നിരിക്കും. അത് OTT പോലുള്ള പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇത്രയും നല്ല സിനിമയായിരുന്നു, ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല എന്നുള്ള പറയാറുണ്ട്. അപ്പോൾ സിനിമയെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു ബിസിനസ്സിനോടൊപ്പം തന്നെ ഒരു പാഷൻ കൂടെയാണ്. എല്ലാവരും ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ മറ്റ് ബിസിനസ്സുകളുണ്ട്, മറ്റ് ബിസിനസ്സുകളിലോട്ട് വേണമെങ്കിൽ അവർക്ക് പോയി ചെയ്യാം. ഒരു പാഷനാണ് ഒരു സിനിമ നിർമ്മിക്കുക. അല്ലെങ്കിൽ അതിൽ സിനിമ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു സിനിമകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് നഷ്ടമുണ്ടായോ എന്ന് ചോദിച്ചാൽ നഷ്ടങ്ങൾ ഉണ്ടായ സിനിമകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്.
ലാഭമുണ്ടായോ എന്ന് വെച്ചാൽ ബ്രേക്ക് ഈവനായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും നമ്മൾ അടുത്തൊരു സിനിമയിലേക്ക് വരുമ്പോൾ അതെല്ലാം കവർ തിരിച്ചു പിടിക്കാം എന്നുള്ള ഇതിൽ തന്നെയാണ് എന്നെ പോലുള്ളവർ തന്നെ വീണ്ടും വീണ്ടും സിനിമയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണോ വൈഫിനെയും കൂടെ കൂട്ടിയത്? അതുപോലെ ഇപ്പം ഷൈമോളും കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ അല്ല, മൂന്ന് പേരും ചേർന്നിട്ടുള്ള ബിസിനസ്? തീർച്ചയായിട്ടും ഷൈമോള് എന്ന് പറയുന്നത് റെജി എന്ന് പറയുന്ന എൻ്റെ പ്രിയ സഹോദരൻ, ഞാനും റെജിയും കൂടെയാണ് കൂടുത്തരം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ കോ പ്രൊഡ്യൂസറായിരുന്നു. അവരും ബിസിനസ്സാണ്. ദുബായിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. പല ബിസിനസ്സുകളുണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് എന്നുള്ള ഇതിലേക്ക് വന്നതാണ് റെജി. അതോടൊപ്പം തന്നെ സിനിമയോടൊപ്പം തന്നെ റീനിയും ഷൈമോളും കൂടെ ഈ പറയുന്ന ഫുഡിൻ്റെ ഓൺ സിസ്റ്റർ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇത്, അത് സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി നാളെ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ സിനിമ എങ്ങനെ പോകുന്നു അനുസരിച്ചിട്ടാണ് അടുത്തൊരു സിനിമ. ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതല്ല, എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ഇപ്പോഴത്തെ ആവശ്യമുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിലും ഞാൻ കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പല ബിസിനസ്സുകളുണ്ടെങ്കിൽ പോലും ഇതിനോടൊപ്പം നിൽക്കാമെന്ന് തോന്നിയ ഒരു ബിസിനസ്സാണ്. കാര്യം നമ്മൾ ഭക്ഷണം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഭക്ഷണം ഇഷ്ടമില്ലാത്ത, അതുകൊണ്ട് തന്നെയാണ് ഇവരങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് തിരഞ്ഞെടുത്തതും അത് നന്നായി ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവർ മാർക്കറ്റിലോട്ട് അത് വിട്ടിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ അടുത്തും മാത്രം അത് മാക്സിമം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കറക്റ്റ് ഒരു ഇതിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു ബിസിനസ്, ഒരു ഐഡിയ അതിലേക്ക് വന്നത്? അത് ആരാണ് കൊണ്ടുവന്നത്? അത് ഞാൻ പഠിച്ചത് തന്നെ ഫുഡിൻ്റെ ഇതായിരുന്നു. ഹോം സയൻസ് ആണ് ഞാൻ എടുത്ത് പഠിച്ചത്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി അവർക്കൊക്കെ വിളമ്പുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു ഇതാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യണം എന്ന്. അപ്പോൾ എനിക്ക് ചേർന്ന ഒരാൾ, എൻ്റെ ഒരു കസിൻ അനിയത്തി, ആളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് കൂടുതൽ ഒരു ഇതായി, ബലമായി, ഇത് കൊണ്ടുവരാമെന്നുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന് ചെയ്യും. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു വർഷം സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഓൺ സിസ്റ്റേഴ്സ് എന്ന പേരൊക്കെ ഇട്ടതാരാണ്? ഞങ്ങൾ രണ്ടും കൂടി. ബൈജു ആണ് കൂടുതലും അത് പേരിനെ സെലക്ട് ചെയ്ത് ബൈജു ആണ്. ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ ബിസിനസ് എന്നുള്ളൊരു കാര്യം അത് റൺ ചെയ്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്? ഞങ്ങൾ രണ്ടും കൂടി മാനേജ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, ജോലിക്കാരെയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കൂടുതലും എനിക്കതൊരു ഇഷ്ടമാണ്. അപ്പം അതിൽ എല്ലാം ഞങ്ങളത് ടെസ്റ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിച്ച് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരെയും അത് കൊടുത്ത്, പൊടികളാണെങ്കിലും എല്ലാം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷൈമോള് എത്ര കാലമായി ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയിൽ നിങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ തരത്തിലുള്ള പ്രോഡക്ട്സുകളാണ് നിങ്ങൾ ഇപ്പം പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഫുഡ് പ്രോഡക്ട്സിനെ പറ്റി പറയാനാണെങ്കിൽ റീൻ ചേച്ചി ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി സംസാരിച്ച് വന്നപ്പോഴാണ് റീൻ ചേച്ചിക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഫുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് കഴിക്കാനും ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഫുഡ് ആരെങ്കിലും തന്നാൽ തന്നെ നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിലും ഞങ്ങൾ രണ്ട് വീട്ടുകാരാണെങ്കിലും പുറത്തുനിന്ന് അങ്ങനെ ഫുഡും പാഴ്സൽ മേടിച്ച് കൊടുക്കുന്ന പതിവ് അങ്ങനെ ഇല്ല. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കി പുതിയതായിട്ട് ഓരോ കോൺസെപ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടാകും അത് എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പം ചേച്ചിയും പറഞ്ഞു ഇങ്ങനെ നമുക്കൊന്ന് തുടങ്ങിയാൽ എന്താ, ഷൈമോക്ക് ഇഷ്ടമാണോ? സന്തോഷം. അപ്പം എനിക്കിഷ്ടമാണ്, എനിക്കും ഇതൊരു ഇഷ്ടമുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഡ്രീമാണ്. ഇത് ഡ്രീമല്ല, ഞങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ ഒരു പ്രയത്നമാണത്. അപ്പം ഞങ്ങളുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ചില്ലി പൗഡേഴ്സ്, അങ്ങനെ കുറേ പൊടികളുണ്ട്, മസാല പൊടികളുണ്ട്. പിന്നെ പിക്കിൾസ് ഉണ്ട്, ഡ്രൈഡ് ഫിഷ് ഉണ്ട്, പിന്നെ ബേബി ഫുഡ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾക്ക് പിക്കിൾസ് തന്നെ വെറൈറ്റി ആയിട്ടൊരു 9-10 എണ്ണം ഉണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങൾ രണ്ടും മാത്രം
ഇരുന്നുണ്ടാക്കിയതാണ്. അതിനകത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരുമേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ റെസിപ്പി തന്നെ ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങളുടെ കൈ തന്നെ അതിനകത്ത് വരണമെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരൂടെ ഇരുന്ന് ഉണ്ടാക്കിയതാണത്. എന്നിട്ടത് ആദ്യം ഞങ്ങളുടെ വീട്ടുകാരേക്ക് കൊടുത്തു, പിന്നെ ഞങ്ങളുടെ കസിൻസിന് കൊടുത്തു. അങ്ങനെ പലരെയും ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. എൻ്റെ പപ്പ നല്ലൊരു കുക്കാണ്. ദാറ്റ് മീൻസ് പപ്പ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പം ഓക്കെ പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു മാറ്റമില്ല. കാരണം പുള്ളി ഇപ്പം മോളാണോ അല്ലെ മോളുടെ കസിനാണോ അങ്ങനത്തെ ഒരു ഇതുമില്ല, ഫ്രണ്ട്സാണോ അങ്ങനൊന്നുമില്ല. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് അങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് എനിക്ക് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ പിക്കിൾസൊക്കെ ഞാൻ അപ്പായം കൊണ്ടാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യിപ്പിച്ചേ. അപ്പോൾ മധുരം, ഉപ്പ്, പുളി എങ്ങനെ, അപ്പോൾ പറയാൻ ഇതെല്ലാം ഓക്കെയാണ്, സെറ്റാ, ഇതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തണ്ട എന്നൊക്കെ. ഞങ്ങളുടെ സാമ്പാർ പൗഡർ ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ബിക്കോസ് അതിനകത്ത് സാമ്പാർ എന്ന് പറയുമ്പോൾ കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്താണ് സാമ്പാർ എന്നുള്ളൊരു സാധനം വരുന്നത്. പക്ഷേ ഞങ്ങളുടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു മുരിങ്ങയിലയും ഒരു ഉള്ളിയും ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും കറിവേപ്പില ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളത് ഉണ്ടാക്കി നോക്കിയതാണ് വീട്ടിൽ. നല്ല ടേസ്റ്റുള്ള സാമ്പാർ പൊടിയാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങളുടെ ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പ്രൊഡക്റ്റ് എല്ലാം കാണാൻ 100% ഞങ്ങൾക്കത് ജെനുവിനാണ്, നല്ല ഹൈജീനായിട്ട് നല്ല ട്രസ്റ്റായിട്ട് ഞങ്ങളത് ചെയ്യുന്നുള്ള അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ ട്രസ്റ്റാണ്, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഓക്കെ. ഈ ബേബി ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അതെങ്ങനെയാണ്? അത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ഉണ്ടാക്കേണ്ട സംഗതിയാണല്ലോ. അതെങ്ങനെയാണ് അതുണ്ടാക്കുക? എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്? ഇപ്പോൾ കായപ്പൊടി, കണ്ണൻകായ, പിന്നെ കണ്ണൻകായയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കൂവപ്പൊടി, പിന്നെ ഇത് രണ്ടും കൂടുതലായിട്ട്. കൂവ കിട്ടാനൊക്കെ പ്രയാസമുള്ളൊരു കാര്യമല്ലേ, അത് എവിടുന്നാ കിട്ടുന്നത്? അപ്പോൾ അത് ഞങ്ങളുടെ പറമ്പിൽ തന്നെയുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്ത് അത് ഉണക്കി, നല്ല പ്രോസസ്സിങ് ആണത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഉരച്ച് 7 ദിവസം വെള്ളത്തിലിട്ട് 7 ദിവസവും ഇങ്ങനെ ആ വെള്ളം മാറ്റിക്കൊണ്ട് പിന്നെ അത് ഉണക്കി നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ കണ്ണൻകായയും നന്നായിട്ട് ഉണക്കി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഉണക്കി പൊടിച്ചെടുത്താൽ നല്ല ഫുഡാണ് പിള്ളേർക്ക്. പിന്നെ റാഗിയൊക്കെ അതുപോലെ തന്നെ പ്രോസസ്സിങ് എല്ലാം ഒന്ന് തന്നെയാണ്. നല്ല ഹെൽത്തി ഫുഡാണ് പിള്ളേർക്ക്. എവിടെ വെച്ച് ഇതൊക്കെ തയ്യാറാക്കുന്നത്? നമ്മുടെ ഇതിൽ തന്നെ വെച്ച്, ഫാക്ടറിയിൽ തന്നെ വെച്ച് ചെയ്യും. നിങ്ങളുടെ ഫാക്ടറിയിൽ? ഓക്കെ. അവിടെ എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു 10 പേര്. ഇവരെല്ലാം ലേഡീസ് തന്നെയാണ് കൂടുതൽ അടുത്തുള്ള ചേച്ചിമാര്, അടുത്ത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ചേച്ചിമാരൊക്കെ തന്നെ. ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണല്ലോ, എഴുപുന്ന തന്നെയാണ്. എഴുപുന്ന നീണ്ടകരയിലാണ് ഞങ്ങളത് ഫാക്ടറി ഓപ്പൺ ചെയ്തത്. അപ്പോൾ ആ ഏരിയയിലുള്ള ചേച്ചിമാരൊക്കെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പം ഫാദർ തുറന്നു വന്ന് ആളുകൾക്ക്, ഒരുപാട് പേർക്ക്, നാട്ടുകാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വളർന്നു വന്നപ്പോഴൊക്കെ കണ്ടത്, അന്ന് ഏകദേശം ഞങ്ങളുടെ ഈ ചെമ്മീൻ കമ്പിൽ 100ഓളം സ്ത്രീകൾ തന്നെയാണ് അന്ന് ചെമ്മീൻ കിള്ളുന്നതൊക്കെ. അപ്പം ഞാനതൊക്കെ കണ്ടു വന്നതാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അതുപോലെ ചെമ്മീൻ കെട്ടിലാണെങ്കിൽ പോലും ഏകദേശം 100-150 ആൾക്കാരോളം. അതിപ്പോൾ 6 മാസമായി. നേരത്തെ 12 മാസമായിരുന്നു, ഇപ്പോൾ 6 മാസമാണ് ടൈം. 6 മാസം ചെമ്മീൻ കൃഷിയും 6 മാസം നെൽകൃഷിയാണ്. നെൽകൃഷിയാണിപ്പോൾ ആളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ പാടം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഏകദേശം 100ഓളം സ്റ്റാഫ് അവിടെയുണ്ട് ചെമ്മീൻ കെട്ടിൽ. അതുമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും. പിന്നെ നീണ്ടകരയിൽ കിടക്കുന്ന ആൾക്കാരാണ്. തിയേറ്റർ ആണെങ്കിൽ പോലും നമ്മൾ കൂടുതലും സ്റ്റാഫുകൾ മലയാളികൾ തന്നെയാണ്. ഇന്ന് കൂടുതൽ എല്ലാവരും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പം ഇന്ന് സ്റ്റാഫുകളെ കിട്ടാനില്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ മെജോറിറ്റി ആൾക്കാരും അതായത് മലയാളികൾ തന്നെയാണ്. നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും. നല്ല അയൽവക്കത്തെ ചേച്ചിമാര് തന്നെ നല്ല സപ്പോർട്ടാണ് നമുക്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം മമ്മിയും ബൈജുവിൻ്റെ അമ്മച്ചി, ഡാഡിയുടെ അമ്മച്ചി, അവരൊക്കെ നല്ല കുക്കുകളാണ്. അതൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് അവരെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി, ഗസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് കൂടുതൽ പഠിച്ചത്. ഇതാണെങ്കിലും അവരിതൊക്കെ കണ്ടാണ് കൂടുതലും അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത്. മമ്മി നല്ലോണം പാചകം ചെയ്യും. മമ്മി അതെ, അമ്മച്ചി അതെ.
ഇപ്പോൾ ഹസ്ബൻഡ് ഒരു ആക്ടറാണ്, അപ്പം പ്രൊഡക്ഷൻ സൈഡുണ്ട്, അതുപോലെ തിയേറ്ററുണ്ട്. അപ്പോൾ ഈ ബിസിനസ് എല്ലാം കണ്ടാണ് ഇത്രയും വർഷം എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബിസിനസ്സിനേക്കാൾ കൂടുതൽ വലിയൊരു ബിസിനസ് റീനിയുടെ ഫാദറിൻ്റെ ബിസിനസ്സാണ്. ഇപ്പോൾ ഡിസ്റ്റിലറി തന്നെയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്റ്റിലറി റീനിയുടെ ബ്രദറാണ്, റൈഗിൻ്റെയാണ്. ഇവിടെ കാക്കനാട് തന്നെയാണ് ഡിസ്റ്റിലറികൾ, ബാറുകളാണെങ്കിലും. ഇവർ അന്നും ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെയാണെങ്കിലും ഒരുപാട് ഷാപ്പുകൾ, 100-200 ഷാപ്പുകൾ, കള്ള് ഷാപ്പുകൾ. അന്ന് ഗവൺമെൻറ്റിൽ ബീവറേജസ് ഒന്നും ഗവൺമെൻറ്റിലല്ല, സെപ്പറേറ്റ് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കും. അപ്പം അന്ന് ആലുവ, അങ്കമാലി, തൃശ്ശൂർ അങ്ങനെ ബീവറേജസ് ഒക്കെ ഇവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അച്ഛൻ പറയും, ഞാൻ ഒരു ആക്ടറായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. ആ കാര്യം പുള്ളിക്കാരൻ്റെ ബിസിനസ്സിൽ കൂടെ പുള്ളി പാട്ടാക്കാം എന്ന് കരുതിയിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇനിയും ഞാൻ ആ സമയത്ത് ഒരു ബിസിനസ് വലിയൊരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. കാരണം ഞാൻ ഇത്രയും രണ്ട് അപ്പനും ബിസിനസ്, ഡാഡിക്കും ബിസിനസ്, അച്ചാച്ചനും ബിസിനസ്, ഇത് നോക്കാണ്ട് ഞാൻ സിനിമ എന്നുള്ള ഇതിലേക്ക് പോകുമ്പോൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീനി തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും സിനിമയോടൊപ്പം തന്നെ ഒരു വലിയ ബിസിനസ് ഉണ്ടാവണം, സ്വന്തമായിട്ടൊരു ബിസിനസ് നമ്മൾക്ക് ഉണ്ടാവണം. ഇതുമെല്ലാം നമ്മുടെ ബിസിനസ് തന്നെ. ഇപ്പോൾ ഡാഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്ന ഓഫ്കോഴ്സ് എനിക്കും അതിൽ ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ട ബിസിനസ് തന്നെയാണ്. അപ്പോൾ എന്നാൽ പോലും നമുക്കൊരു ഓൺ ബിസിനസ് ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിനൊരു റൈറ്റ് ടൈം, ഞങ്ങൾ ഈ ഫുഡ് പ്രൊഡക്ട്സ് ഇതുപോലെ റീനി നേരത്തെയും ഒക്കെ ചെയ്യുമ്പോഴും അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സിനിമ തന്നെയാണ് എപ്പോഴും ലാസ്റ്റ് വരെ സിനിമയിൽ തന്നെ അങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് പറ്റിയ ഒരാൾ, ഞാനെപ്പോഴും ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ പാർട്ട്ണർഷിപ്പിലാണ് എപ്പോഴും ബിസിനസ്സിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്ന പാർട്ട്ണർഷിപ്പിലാണ്. അപ്പം ഞങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും ഡാഡിയെ സംബന്ധിച്ച് ഡാഡിയെ പാർട്ട്നേഴ്സ് ഒന്നും ഇല്ല, ഡാഡി തന്നെ ഉണ്ടാക്കിയ ബിസിനസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും സമയമാകുമ്പോൾ റൈറ്റായിട്ട് ഒരാൾ വരും. അപ്പോൾ അത് ഒരു ഫ്രണ്ടല്ല, ഓൺ സിസ്റ്റർ തന്നെ വന്നു. അതുകൊണ്ട് അവർ ഓൺ സിസ്റ്റർ എന്ന് തന്നെ പേര്, ഞാൻ തന്നെയാണ് പേര് സജസ്റ്റ് ചെയ്തത്, ഓൺ സിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അനിയത്തിമാരുണ്ടാക്കിയ ഭക്ഷണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിലേക്കിപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഇപ്പോൾ തമിഴിൻ്റെ പ്രോജക്റ്റിന് പോസ്റ്റ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂടോത്രത്തിൻ്റെ തമിഴിൻ്റെ പടം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിലും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. റജീം ശ്രദ്ധിക്കുന്നുണ്ട്. റജീം ദുബായിലാണെങ്കിൽ ദുബായിൽ നിന്ന് ഇപ്പോൾ അവിടെ വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് പുള്ളിക്കാരനും സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെ സപ്പോർട്ടുണ്ട് ഇവർക്ക്. അതാണ് എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെ സപ്പോർട്ട് ഇവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായിട്ട് ഓൺ സിസ്റ്റർ മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഫാമിലി ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ താങ്കളുടെ സഹോദരനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ ഉണ്ടാക്കിയ ആ ഒരു പ്ലാറ്റ്ഫോം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണെന്ന് ഇപ്പൊ പറഞ്ഞു. അതെ, അദ്ദേഹത്തിന്റെ ആ ഒരു എഫർട്ടൊക്കെ തീർച്ചയായിട്ടും എന്നെക്കാളും എടുക്കാനാണ് ഷെൽജു. എന്നെക്കാളും കാണാനും ഒക്കെ എന്നെക്കാളും ഭയങ്കര, അവനും സിനിമയിൽ നിന്ന് ഒരുപാട് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് അഭിനയിച്ചുകൂടെ എന്നുള്ള രീതിയിലേക്ക്. അവനും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ ബിസിനസ് നോക്കാൻ ഒരാൾ വേണം എന്ന് കരുതിയിട്ട് തന്നെ അവൻ നിൽക്കുന്നത്. അവൻ മരിക്കുന്നത് തന്നെ അവൻ ചെമ്മൻകെട്ടിയിൽ നിന്ന് വരുന്ന സമയത്താണ്. അതായത് ചെമ്മൻകെട്ടി പോയിട്ട് തിരിച്ചു വരണം, നന്നായിട്ട് ബോഡി നോക്കുന്ന ആളായിരുന്നു. ഡെയിലി വർക്കൗട്ട് ചെയ്യും, ജിമ്മിൽ പോവും, ആൽക്കഹോളോ സ്മോക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വന്ന ആൾ പോവുക ചെയ്തേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറയുന്നത് ഈ അവന് ഫുൾ ബിസിനസ് തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ബിസിനസ്സിൽ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതെനിക്കിപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, അത് ഓർക്കുമ്പോൾ വല്ലാത്ത ഇതുണ്ട്. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവരെ ഒരു ബിസിനസ്, അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും പറയും, ഇപ്പോൾ റെജി വന്നത് എനിക്ക് അങ്ങനെ ഒരു ടൈമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനുജനെ പോലെ ഇരിക്കുന്ന അതേ ഫേസ് കട്ടുള്ള അതേപോലെ ഇരിക്കുന്ന ഒരാൾ. അപ്പം ഞങ്ങളും ഇതുപോലെ ഈ പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടും അല്ലാണ്ടുമുള്ള പല ബിസിനസ്സുകളും ആലോചിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ പല ബിസിനസ്സുകൾ ചെയ്യണമെന്നൊരാഗ്രഹം ഇപ്പോൾ ഒരാൾ എന്നോടൊപ്പം കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ ബിസിനസ് തുടങ്ങിയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് ഇപ്പോൾ പല ബാങ്കുകൾ വിളിക്കുന്നുണ്ട്, ലോൺ വേണമെന്ന് ചോദിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഇന്ന് എല്ലാം ഫോണിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന ഭാര്യ, വൈഫ്, ഞാൻ ഇത്രയും നാൾ പിടിച്ചു വെച്ചു. ഇപ്പോൾ ഇവള് നേരത്തെ പറയുമായിരുന്നു ബിസിനസ് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, എന്തിനാ അത്, കാര്യം ഓൾറെഡി
നമ്മൾ ബിസിനസ് ഒരു എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ നീ എങ്ങനെ ഒരു ബിസിനസ് ചെയ്യണേ എന്നുള്ളത് ഞാൻ പിന്നെയും ചോദിക്കും. വേണോ, ഇത് വേണോ നമുക്ക്? കാര്യം ഇപ്പോൾ മോളുടെ കല്യാണം കഴിഞ്ഞു, മോനിപ്പോൾ 5th year MBBS ഫൈനൽ ഇയർ പഠിക്കുന്നു. ഇനി ഒരു 10 വർഷമൊക്കെ ജീവിക്കാൻ പറ്റിയെങ്കിൽ ഈ വെറുതെ എന്തിനാണ് ഇത് ഇരിക്കണേ? ഞാൻ എപ്പോഴും ചോദിക്കും, നമുക്ക് അവിടെ മോളുടെ അടുത്തും പോയി നിൽക്കണം, മോന്റെ അടുത്തും പോയി നിൽക്കണം, 10 സിനിമയും കൂടെ അഭിനയിക്കണം, അത്രേ ഉള്ളൂ. 300 സിനിമ, ഇനി ഒരു 10 സിനിമയും കൂടെ അഭിനയിക്കണം. എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ബിസിനസ് ചെയ്ത് റിസ്ക് എടുത്ത് ടെൻഷൻ ഉണ്ടാക്കിയ കാര്യം? ഫുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര അതേപോലെ നോക്കി ചെയ്യേണ്ട ഒരിതാ. അപ്പൊ ഇവരെടുത്ത് വെച്ചിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ബിസിനസ് അല്ല, ഭയങ്കര റിസ്കി ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ അവരതനുസരിച്ച് അവർ നോക്കി അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ എൻ്റെ ചോദിച്ചു, വേണോ ബിസിനസ്സിലേക്ക് പോകണോ? അല്ല, അവിടെ ബൈജുവേട്ടൻ ചേച്ചിയോട് വേണോ ചോദിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് വേണം എന്ന് എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ ഹസ്ബൻഡ് റീചന്ദനാണ്. എന്നെ പുഷ് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കും. ഞാൻ കുറച്ച് ബാക്കിലോട്ടാകുമ്പം ഇല്ല, നിനക്ക് പറ്റും അങ്ങനെ പുഷ് ചെയ്തിറക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. എന്തൊക്കെ ബിസിനസ്സുകളിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് ഇപ്പോൾ? ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ദുബൈയിലാണ്, മാൻ പവർ ആണ്. നേരത്തെ ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ഒരു സ്റ്റുഡിയോ ആണ് തുടങ്ങിയത്. അതെന്നെ അന്ന് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതെന്നെ ഏൽപ്പിച്ചു ആ സ്റ്റുഡിയോ നടത്തണമെന്ന്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും ഈ പറഞ്ഞ ഭാഗ്യം കൊണ്ടും ഒരു സ്റ്റുഡിയോ തന്നപ്പോൾ ഞാനതൊരു 5 സ്റ്റുഡിയോ ആയിട്ട് മടക്കി തിരിച്ചു കൊടുത്തു. 5 ബ്രാഞ്ച് ആക്കിയായിരുന്നു. പിന്നെ ഈ പറയുന്ന മോളാണെങ്കിൽ ഇപ്പം മെഡിസിൻ 5th year പഠിക്കുകയാണ്. അപ്പോൾ മോൾ അന്ന് 10th ആയിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലും മോളെയൊക്കെ നോക്കേണ്ട ഒരു ഇത് വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയും അതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ പുള്ളിക്ക് ജോലിയും ഇതും കൂടെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ അത് വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ മാൻ പവർ അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി. എൻ്റെ റീച്ചൻ നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ഒരാളാണ്. നന്നായിട്ട് ബിസിനസ്സിന് നന്നായിട്ട് അറിയാം എങ്ങനെ അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡാണ് കൂടുതലും അതിലേക്കൊക്കെ ഇറങ്ങിയത്. ആക്ച്വലി ഇപ്പം തിരിച്ച് ദുബൈക്ക് പോകേണ്ടതാണ്. അവിടെ ബിസിനസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി ദിവസം മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, പോകണമെന്ന്. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും നല്ലതാക്കി മുന്നോട്ട് തന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ് ശരിക്കും. സിസ്റ്റേഴ്സിന്റെ പ്രോഡക്ട്സ് ഇനി ദുബൈയിലേക്കും കയറ്റി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ബിസിനസിന്റെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത് കൊടുക്കുന്നത് ഇപ്പൊ നാട്ടില് കേരളത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രോഡക്ട്സ്? എവിടെയാണ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സിലുണ്ട്. ഞങ്ങൾ ഇനിയും നമ്മളുടെ ഓരോ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വെബ്സൈറ്റ് വഴി കൊടുക്കാനുള്ള ഞങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലാണ്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഞങ്ങളുടെ ഓൺ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റ ID ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തിലൂടെ അതിനേക്കാളൊക്കെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ 1 വർഷമായി, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് എന്ന് പറയുന്നത് അങ്ങോട്ട് ഇറക്കുമ്പം തന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മുടെ കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്ന അല്ല ബിസിനസ്സിനകത്തുനിന്ന് കിട്ടുന്നത് എടുത്ത് വീണ്ടും ആ ബിസിനസ്സിലോട്ട് നമ്മൾ ഇറക്കിയാലേ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റത്തുള്ളൂ. ബൈചേട്ടനോട് ചോദിക്കട്ടെ, ഈ ഇത്രയും താല്പര്യം ഇല്ലാതിരുന്നിട്ട് ബിസിനസ്സിലേക്ക് ഇവർ പിടിച്ചിട്ടിട്ടുണ്ട്, ഇനി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്ലാൻ? രണ്ടുപേർക്കും ബിസിനസ്സിൽ താല്പര്യമുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ പ്രൊഡക്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്, എല്ലായിടത്തും നിന്ന് കിട്ടുന്ന എല്ലാവരും. ഞാനിപ്പോൾ ഇവള് ബീഫിന്റെ ഒരു ഇതുണ്ടാക്കി, ബീഫ് പിക്കിളല്ല, പൊടി ഉണ്ടാക്കിയത് ഏതായിരുന്നു, മസാല. അപ്പം ബീഫ് മസാല, ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഒരു എവിടെ ഹോട്ടലിൽ ചെന്നാലും ഒക്കെ രുചി അത് പക്ഷെ വേറൊരു ടേസ്റ്റായി ബീഫിന്. അപ്പം ഞാൻ പറഞ്ഞു ഈ സാധനം തന്നെ നീ ചിക്കനും കൂടെ ഉണ്ടാക്കുക. അപ്പോൾ ചിക്കൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്താണെങ്കിൽ പോലും അതിൻ്റെ പൊടിയുടെ ഇത് എല്ലാം അങ്ങനെ ഇവർ സംതിങ് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഡിഫറെന്റ് ടേസ്റ്റുകളാണ്, നമ്മൾ കേൾക്കാത്ത മീൻസ് നമ്മൾ രുചിക്കാത്ത വേറൊരു രുചികളാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ കോണ്ടാക്ട്സും ഉണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ പോലും നേരത്തെയൊക്കെ മമ്മൂക്കായ്ക്ക് ഫിഷ് കറിയും ചെമ്മീൻ കറിയൊക്കെ പ്രോൺസിൻ്റെ ഐറ്റംസൊക്കെ കറി വെച്ച് തന്നെ കൊണ്ടുപോയി ഞാൻ ലൊക്കേഷനിൽ കൊടുക്കുമായിരുന്നു. ഇവള് തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ
നമുക്കൊക്കെ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇത്. പിന്നെ പൊതുവേ ഞങ്ങളെ സിനിമയിലുള്ളവർ തന്നെ ബൈജുവിൻ്റെ വീട്ടിലല്ല, ബൈജുവിൻ്റെ വീട്ടിൽ വന്നാൽ നല്ല മീൻ കറിയും ചെമ്മീൻ കറിയൊക്കെ കഴിക്കാവുന്ന എല്ലായിടത്തും ഇതുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ ഒരു പരിപാടികൾ നേരത്തെ മുതലേ ഉണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും എൻ്റെ മമ്മിയുള്ള കാലം മുതലാണെങ്കിലും ഒരുപാട് പേർക്ക് ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഡിഫറെൻ്റ്. അത് വേറെ എപ്പോഴും ഞാൻ പറയും, എൻ്റെ അമ്മച്ചി, അതായത് ഡാഡിയുടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ചെമ്മീൻ കറിയുണ്ട്, തെള്ളിച്ചെമ്മീൻ ചട്ടിയിൽ വെച്ചിട്ട് ഉള്ളിയിട്ട് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ രുചി ഞാൻ ഇതുവരെ വേറെ ഒരിടത്ത് പോയിട്ട് ചെമ്മീൻ കറി കഴിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാം. അതൊക്കെ ഒരു കൈപ്പുണ്യമാണ്, നമ്മുടെ അമ്മമാർക്ക് കിട്ടുന്ന ഒരു കൈപ്പുണ്യം. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പോൾ അത് ഇവർ ഇതാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് ആ രുചിയും ഒരു കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന രുചി മറ്റൊരു കുടുംബത്തിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല ബിസിനസ്സാണ്. അത് വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, ഒരു വിശ്വസ്തത എന്നാണല്ലോ ഇതിനകത്ത്. അതൊരു ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രുചിയിൽ എൻ്റെ വീട്ടിൽ കഴിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഡിഫറെൻറ്റ് രുചികൾ തേടി നമ്മൾ പോകുന്ന ആൾക്കാരാണ്. എവിടെ നല്ല ഭക്ഷണം കിട്ടും, എത്രയോ ദൂരങ്ങൾ നമ്മൾ സഞ്ചരിച്ച് പോകാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ചില കുഞ്ഞു റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ എവിടെ നല്ല ഭക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി വളരെ അടുത്ത ബന്ധമാണ് മമ്മൂട്ടിയായിട്ട്. അപ്പം ഇതുപോലുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമയുടെ എല്ലാം മമ്മൂക്കയോട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യം മുതലേ ഫസ്റ്റ് പടം സുന്ദരപുരുഷൻ ചെയ്യുന്ന സമയം മുതലേ ഞാൻ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതും സപ്പോർട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മമ്മൂക്കിനെ വെച്ചൊക്കെ വേണമെങ്കിൽ 100% ഞാൻ ചോദിച്ചാൽ അതെ മമ്മൂക്ക ഉറപ്പായിട്ടും ഡേറ്റ് തരും എന്നെനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്, നല്ല പ്രോജക്റ്റുമായിട്ട്. എന്നാലും ഇത് വേണോ എന്നുള്ളൊരിത് പുള്ളിയുടെ ഭാഗത്തുനിന്നും എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കൂടെ ചോദിച്ചു, എനിക്ക് വേണോ, ഇത് വേണോ. അതായത് വലിയ റിസ്ക്കാണ് ഒരു പടം നിർമ്മിക്കുക എന്നുള്ളത്. ചെറിയ റിസ്ക് അല്ല, അത് വലിയ റിസ്ക്കാണ്. അപ്പോൾ അത് വേണോ. ഈ OTT പ്ലാറ്റ്ഫോം ഒക്കെ വന്നതൊക്കെ എത്രത്തോളം അതിന് OTT പ്ലാറ്റ്ഫോം വന്നതുകൊണ്ട് സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണുന്നത് വളരെ കുറഞ്ഞു. കാരണം ഇപ്പോൾ 20 ദിവസം 25 ദിവസം കഴിയുമ്പോൾ OTTയിലേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും വീട്ടിൽ അത്യാവശ്യം നല്ല സിസ്റ്റം, സൗണ്ടും കാര്യങ്ങളും, ഫോണിലൂടെ അല്ലാണ്ട് നല്ല ഹോം തിയേറ്ററുകളും എല്ലാം ഉണ്ട്. പിന്നെ വളരെ റയറായിട്ട് 200 സിനിമ ഇറങ്ങുമ്പോൾ മലയാളികളെ സംബന്ധിച്ചൊരു 20-25 സിനിമകൾ മാത്രമാണ് ഇവിടെ വലിയ ഹിറ്റിലോട്ട് പോകുന്നത്. എന്നാൽ തിയേറ്ററിലേക്ക് വരുന്ന ഓഡിയൻസും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും മെജോറിറ്റി ആൾക്കാർ OTTയിൽ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് സിനിമ. അതിപ്പം എത്രത്തോളം നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്? അല്ല, അതൊക്കെ നല്ല രീതിയിൽ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു OTTയിൽ നിന്ന് കിട്ടുന്ന ഒരു കളക്ഷൻ മാത്രമല്ലല്ലോ സിനിമ തിയേറ്ററിലേക്ക് ഓടിക്കിട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അടുത്തിറങ്ങിയ ഈ മാസം കഴിഞ്ഞ മാസങ്ങളൊക്കെ ഇറങ്ങിയ സിനിമകളിലൊക്കെ കൂടുതൽ സിനിമകൾ തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസമല്ല, ഒരു വർഷമായിട്ട് നോക്കിയാൽ ഒരു 100 സിനിമ ഇറങ്ങിയാൽ ഒരു 10, 15, 20 സിനിമകളെല്ലാം വലിയ ഒരു 10 കോടിയുടെ മേളിലോട്ട് പ്രോഫിറ്റ് കയറി വന്നിരിക്കുന്ന സിനിമകളാണ്. എങ്കിൽ പോലും ഈ ഒരു ടൈം ഈ OTTയുടെ ഇങ്ങനെ ഒരു ടൈം വെച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലായിട്ട് കാണുന്നില്ല. ഇപ്പം ഞാനും പല സിനിമകൾ പോലും എനിക്ക് തിരക്കായിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ പോലും ഞാനിപ്പോഴും OTTയിൽ ഇരുന്നാണ് കാണുന്നത്. പക്ഷെ ഒരിക്കലും ഒരു തിയേറ്റർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അതൊരിക്കലും OTTയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൂടെ എന്ന് വരുന്നാൽ കാണാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് തിയേറ്ററിൽ ഒരുമിച്ച് വരുന്ന കാണുന്നതും ബഹളം വയ്ക്കുന്നതും കൈയടിക്കുന്നതും എല്ലാവരും മുമ്പിലിരുന്ന് നമ്മൾ അറിയാതെ കരയുന്നതും ഒക്കെ ചിരിക്കുന്നതും ഒക്കെ അതെന്നും OTT പ്ലാറ്റ്ഫോം വന്നാലും തിയേറ്റർ എന്നുള്ളത് ഇങ്ങനെ. അതുകൊണ്ടാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഒരു 5 വർഷം പുറകിലേക്ക് നോക്കിയാൽ, 10 വർഷം ബാക്കിലേക്ക് നോക്കിയാൽ തിയേറ്ററുകളൊക്കെ, ഞങ്ങളുടെ തിയേറ്ററുകൾ തന്നെ, എൻ്റെ ആദ്യ തിയേറ്റർ എഴുപന്ന രേഖ തിയേറ്റർ കല്യാണ മണ്ഡപമായി. ഇപ്പോൾ എഴുപന്നയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററായിട്ട് ഒരു തിയേറ്റർ നമ്മൾ മാറ്റി. സാനിയ ഇപ്പോഴും തിയേറ്ററായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തിയേറ്ററുകൾ കല്യാണ മണ്ഡപമായ ഒരു സമയമുണ്ടായിരുന്നു. കാര്യം അന്ന് സീരിയൽ മാത്രമായിരുന്നു.
സ്ക്രീനുകൾ ഒരുപാട് കൂടി, 450-500ഓളം സ്ക്രീൻസായി. ലിസ്റ്റിൻ സ്റ്റീഫന് പോലും ഇപ്പോൾ 50ാമത്തെ സ്ക്രീനിലോട്ട് വരുന്നു. 46 ഇന്നലെ ഞാൻ ഫ്യൂക്കിൻ്റെ മീറ്റിങ്ങിൽ ലിസ്റ്റിന് കണ്ടപ്പോൾ 50 സ്ക്രീൻ ലിസ്റ്റിന് തന്നെയായി. അപ്പോൾ തിയേറ്ററുകൾ കൂടുതൽ സ്ക്രീനിങ് വരുന്നു. അത് കൂടുതൽ തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നതുകൊണ്ട് തന്നെയാണ്. മാർക്കറ്റിംഗ് എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഒരു സിനിമ കേരളത്തിലെ പ്രേക്ഷകരെ 2 രീതിയിലുണ്ട്. ഒന്ന് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതപ്പോൾ അത്രയും ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം, അഭിപ്രായം വരണം. അല്ലാതെ വന്നു പോകുന്ന സിനിമകളുണ്ട്. ചില സിനിമകൾ വരുന്നത് പോലും അറിയുന്നില്ല. നമ്മൾ OTTയിൽ കാണുമ്പോൾ ഈ സിനിമ നല്ലതായിരുന്നല്ലോ, എന്തുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. അപ്പം മാർക്കറ്റിംഗ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഈ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? ഇപ്പോൾ തിയേറ്ററിൽ, നിങ്ങളുടെ തിയേറ്ററിൽ തന്നെ പടങ്ങൾ വരുന്ന സമയത്ത് ചില സ്റ്റാർസിൻ്റെ പടം വരുമ്പോഴത്തേക്കും ആളുകൾ ഓടിക്കൂടും, അതിനകത്ത് അഭിപ്രായം പറയും. അല്ല, തീർച്ചയായിട്ടും സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഘടകമാണ്. കാര്യം സ്റ്റാർ വാല്യൂ ഉള്ളൊരു സിനിമയ്ക്ക് പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും എത്തും. ഇപ്പം മമ്മൂട്ടിയുടെ ഒരു സിനിമ, മമ്മൂക്കയുടെ സിനിമ, ലാലേട്ടൻ്റെ സിനിമ വരുന്നുണ്ട് എന്നുള്ളത്, ഇപ്പം ഞാൻ 1 കോടി രൂപ മുടക്കേണ്ട ഒരു ചെറിയ ഒരു സ്റ്റാർസ് ഇല്ലാത്ത പടത്തിന് ഞാൻ 1 crore മാർക്കറ്റിങ്ങിന് മുടക്കേണ്ട കാര്യം അവരുടെ പടത്തിന് മുടക്കേണ്ട ആവശ്യമില്ല. കാര്യം അറിഞ്ഞു മമ്മൂക്കയുടെ പടം വരുന്നുണ്ട്, ലാലേട്ടൻ്റെ പടം വരുന്നുണ്ട്. അത് അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ഒരു ഇത് തന്നെയാണ്. ആ സിനിമകൾക്ക് തിയേറ്ററിലേക്ക് ആൾ വരും. ഓൺ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്ട്സ് അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സിനിമയുടെ സൈഡിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഫാദർ നേരത്തെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയുന്നത്? എനിക്കിപ്പോൾ കിട്ടിയ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച സിനിമകൾ അല്ലെന്നുണ്ടെങ്കിൽ നിർമ്മിച്ച സിനിമകൾ, എൻ്റെ ഈ സിനിമ കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ 7 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു എൻ്റെ ഡാഡി. ഒരുപാട് പേരോട് പറഞ്ഞു അവൻ നടനാണ് എന്ന് തെളിയിച്ചു എന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഒരു അവാർഡായിട്ട് ഞാൻ കാണുക. കാര്യം അത് പുള്ളിക്കാരൻ ഒരുപാട് പേരോട് പറഞ്ഞു ഈ സിനിമ പോയി കാണുക, കൂടോത്രം പോയി തിയേറ്ററിൽ കാണണം. മാക്സിമം എൻ്റെ തിയേറ്ററിൽ തന്നെ 50 ദിവസം കളിച്ചു എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചത് ഒരു വലുതാണ്. ഫാദർ സപ്പോർട്ടുണ്ട്. എന്നാൽ പോലും ബിസിനസ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും ഇതായി, ഇനി ഒരു പുതിയ ബിസിനസ് തുടങ്ങി എങ്ങനെ വരും, എങ്ങനെ റൺ ചെയ്ത് വരും എന്നൊക്കെയുള്ള എൻ്റെയൊക്കെ അത് പുള്ളി ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഹാപ്പിയാണ്, കുഴപ്പമില്ല, നന്നായിട്ട് പോവുക. ഉള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നശിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് പുള്ളി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചത്, അത് നശിപ്പിക്കാൻ പാടില്ല. എന്തായാലും ഒരു ഫിലിം പ്രൊഡ്യൂസറുടെ ഒരു ഇന്റർവ്യൂ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് വളരെ വലിയ സന്ദേശങ്ങളും ഒരുപാട് വലിയ ബിസിനസ് വേറെ പറയാൻ പറ്റുപോയി. മോള് പഠിച്ച പ്രൊഫഷൻ ഡോക്ടറാണ്. മോളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അൺലിറ്റാന്നാണ് മോള്. ഇതുപോലെ ഇപ്പോൾ ഫാഷൻ അവര് കോസ്റ്റ്യൂംസ് അല്ലെ, ഓൺലൈൻ ബൊട്ടിക്ക് തുടങ്ങുന്നത്. അപ്പം ഞാൻ അപ്പുവിനോട് ചോദിച്ചു, അപ്പു ഡോക്ടറാണ്, പഠിപ്പിച്ച് ഇത്ര ഇത് ചെയ്തിട്ട് അതും നോക്കുന്നുണ്ട്. അപ്പോൾ മോളും പറയുന്നത് അപ്പോൾ അത് മാത്രമല്ല ബിസിനസ്സും വേണം. അതുപോലെ സ്റ്റെഫാനാണെങ്കിലും മോനും സർജനാണ്. മോനും ഇതുപോലെ പല ബിസിനസ്സുകൾ തുടങ്ങണമെന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ മാത്രമല്ല, അത് നമുക്ക് ചുറ്റും ചെയ്യാവുന്ന ബിസിനസ്സുകളെല്ലാം ചെയ്ത് നമുക്ക് വേണ്ടി മാത്രമല്ലോ ആ ബിസിനസ്സിലുണ്ടാകുന്ന പലരെയും പല രീതിയിലും സഹായിക്കാം. എല്ലാവരും ബിസിനസ്സിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരുപാട് സമയം നമുക്ക് സംസാരിക്കാൻ പറ്റി, കുറേ ഇൻഫർമേഷൻസ് കിട്ടി. ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാകുന്നെങ്കിൽ അത് തീർച്ചയായും വലിയൊരു കാര്യം തന്നെയായിരിക്കും. മുന്നോട്ട് എല്ലാവിധ സക്സസ്സും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.